ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത്. അത് 80s-നും 90s-നൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പം നമ്മുടെ കുട്ടികൾക്കും ഇതൊക്കെ ആവശ്യമാണ്. പാഠപുസ്തകത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഓല വെച്ചിട്ടുള്ള കണ്ണാടി, പമ്പരം ഇതൊക്കെ നിർമ്മിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോക്കൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ. ഓലയൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കുക, അതിനിടയിൽ ഇതുപോലത്തെ പുഴുക്കളൊക്കെ കാണും. നല്ലൊരു ഓല നോക്കി ഞാൻ എടുത്തിട്ടുണ്ട്. പമ്പരം ഉണ്ടാക്കാം നമുക്ക് കേട്ടോ. പമ്പരം സാധാരണ നമ്മൾ കെട്ടി വെക്കുന്ന പമ്പരമല്ല, ഓല വെച്ചിട്ട് കെട്ടി ചെയ്യും. അതല്ല, കുറച്ച് ചിറകൊക്കെയുള്ള നന്നായിട്ട് കറങ്ങുന്ന പമ്പരമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് ദാണ്ടെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കൃത്യമായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒരേപോലെ മടക്കി നാല് ഓല വേണം കേട്ടോ. ഇപ്പോൾ 2 ഓല നമ്മൾ ഇറുക്കിൽ കളയാമെങ്കിൽ 4 എണ്ണമായിട്ട് കിട്ടും നമുക്ക് ഒരേ കനത്തിലുള്ളത്. അതെടുത്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ലാസ്റ്റ് വെച്ച ഓല ഇനി നമ്മൾ ആദ്യം വെച്ചതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയെടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ സക്സസ് ആകത്തുള്ളൂ, അല്ലെങ്കിൽ അത് നമുക്ക് പണി കിട്ടും. ഇപ്പോൾ ഒരു സ്ക്വയർ പോലെ വരും. അത് നന്നായി ടൈറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇളകി പോകാത്ത ഒരു പമ്പരം നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ വോയിസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മൈക്കില്ല, അതുമാത്രമല്ല റോഡിൽ കൂടെ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ശബ്ദം കാണും. ഞാനിത് ഞങ്ങളുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. നല്ല വെട്ടമാണ്, അപ്പം അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇനി മടക്കുന്നതാണ് വരുന്നത്. ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് അറിയാമെന്ന് വെച്ച് ചെയ്തപ്പോൾ ശരിയാകുന്നില്ല. പിന്നെ 2-3 വട്ടം കറക്റ്റ് ആക്കിയണൊക്കെയാണ് ഒന്ന് ശരിയായി വന്നത്. ഇനി എടുക്കുന്ന 4ാമത്തെ ഓല നമ്മൾ ഉള്ളിൽ കൂടെ എടുക്കേണ്ടതാണ്. അതെനിക്ക് ഇച്ചിരി ടൈറ്റായിരുന്നു, അത് ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് എടുത്താൽ മതി. നിങ്ങൾ എടുത്തിട്ട് അത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരണം നമ്മൾ കേട്ടോ. കൊണ്ടുവന്നിട്ട് വലിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി സൈഡെല്ലാം. അപ്പം നല്ല അടിപൊളി ഒരു പമ്പരമാകും. അപ്പം എല്ലാവരും ഇത് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ ഫ്രീ ടൈമിലൊക്കെ ചെയ്ത് കൊടുക്കാം. അവർക്കിതൊക്കെ ഒരു അത്ഭുതമായിരിക്കും. കാരണം ഈ വർണ്ണ പേപ്പറിൽ പൊതിഞ്ഞ സാധനം അമ്പലത്തിൽ നിന്ന് മേടിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ ഉത്സവങ്ങൾക്ക്. നമ്മൾ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കും അതൊരു കൊള്ളാലോ എന്നുള്ള ഒരിത് വരും അതുങ്ങൾക്കും. അപ്പം നിങ്ങളും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ ചെയ്യും. എനിക്ക് വേറെ ബോറടിക്കുമ്പോൾ ഇതൊക്കെയാണ് പണി. അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർ കുറച്ചൊക്കെ ഒന്ന് ഫോണിനകത്തു നിന്നൊക്കെ സ്ഥിരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിനകത്തു നിന്നൊക്കെ ഒരു മാറ്റം വരുമെങ്കിലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ദാണ്ടെ പമ്പര റെഡിയായി. ഈർക്കിലൊക്കെ അതിൻ്റെ നടുക്ക് തന്നെ കുത്തിയിട്ടുണ്ട്. അപ്പം ദാണ്ടെ കറങ്ങുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് കറങ്ങുന്നുണ്ട്. പണ്ട് നമ്മുടെ ചേട്ടനും ചേച്ചിയൊക്കെ പമ്പരം ഉണ്ടാക്കി തന്നിട്ട് നന്നായിട്ട് കറങ്ങുന്ന പമ്പരം അവരെടുത്തിട്ട് കറങ്ങാത്ത പമ്പരം നമുക്ക് തരുമായിരുന്നു അല്ലേ. എനിക്ക് അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമുക്കൊരു കണ്ണാടി ഉണ്ടാക്കാം, ഒരടിപൊളി കണ്ണാടി. അപ്പോൾ കണ്ണാടിക്ക് ഒരു കെട്ടുണ്ട്, ഓല വെച്ചിട്ട് നമ്മൾ അതിനെങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അത് നമ്മളിങ്ങനെ മടക്കി എടുക്കും ഓല വെച്ചിട്ട്. ആ മടക്കി എടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. അത് കറക്റ്റാണെങ്കിൽ മാത്രമേ നമുക്ക് കണ്ണാടി നല്ല രീതിയിൽ കിട്ടൂ. അപ്പം ഇച്ചിരി കനം കുറഞ്ഞ ഓല എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പം ദാണ്ടെ അത് ടൈറ്റ് ചെയ്ത് മുറുക്കി എടുക്കണം കേട്ടോ. നമുക്ക് അറിയാൻ പറ്റും, അത് ടൈറ്റ് ചെയ്ത് മുറുകുന്നത് നമുക്കറിയാൻ പറ്റും. എന്നിട്ട് ദാണ്ട അതിനകത്തൂടെ കയറ്റി ഇറക്കി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ കയറ്റി ഇറക്കണം. അപ്പം 2 വൃത്തം ഇങ്ങനെ വരും. അപ്പോൾ അത് കറക്റ്റാവും. ഒരേപോലത്തെ അളവിൽ നമുക്കത് ഇങ്ങനെ വലിക്കുമ്പോൾ അറിയാൻ പറ്റും. ടൈറ്റ് ചെയ്യാനും ലൂസാക്കാനും പറ്റും. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നമുക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കും, പക്ഷേ ഇല്ല, നമ്മൾ പലതും മറന്നു പോയിട്ടുണ്ട്. അപ്പം വല്ലപ്പോഴും ഒക്കെ ഇതൊക്കെ എടുത്തൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓലയൊക്കെ കിട്ടുമ്പോൾ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം എന്താണ്ട് ഈർക്കിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെത്തിയെടുക്കുന്നുണ്ട്. അപ്പം അത് ഈ കണ്ണാടിക്കകത്തോട്ട് കണക്റ്റ് ചെയ്യുക. ഇങ്ങനെ കുത്തി നമ്മളിങ്ങനെ സ്ലൈഡൊക്കെ പിന്നൊക്കെ കുത്തുന്ന പോലെ കുത്തിയാൽ മതി. അത് അതിൻ്റെ കാല് വെക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വെക്കാൻ നോക്കണം കേട്ടോ. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ കണ്ണാടി ഉണ്ടാക്കുമ്പോൾ ഈ കണ്ണാടിയുടെ കാല് രണ്ട് സൈഡിലായി പോകുന്ന ഒരു കോമഡി കാണിക്കുക. അപ്പോൾ അത് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കണ്ണാടിയൊക്കെ വെച്ച് ചുമ്മാ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യുന്ന വാച്ചാണ്. നമ്മൾ കണ്ണാടിക്ക് ഒരു കെട്ടിട്ടില്ലേ ഓല വെച്ചിട്ട്, അതുപോലെ തന്നെ വാച്ചിന് ചെയ്യണം, ടൈറ്റ് ചെയ്യണം കണ്ടോ. അതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇച്ചിരി കെട്ടിടുന്നതിൻ്റെ ആ എടുക്കുന്ന ഓലയുണ്ടല്ലോ, നീളമുള്ള ഓല, അതിന് ഇച്ചിരി വാല് തോനെ ഇടണമെന്നേ ഉള്ളൂ. അപ്പം നമുക്കത് മടക്കി കയറ്റാൻ പറ്റും കേട്ടോ.
പണ്ടൊക്കെ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പം എന്തോ അങ്ങോട്ട് സെറ്റാകുന്നില്ല. അത് കയറപ്പോൾ പൊട്ടിപ്പോവോ എന്നുള്ള ഒരു ഇതിലായിരുന്നു. ഈ സംഭവം കയറി ഇച്ചിരി ലൂസായിട്ട് കിടക്കുകയാണ് കേട്ടോ. അത് നമുക്ക് ഊരി മാറ്റാം. ജസ്റ്റ് ഇങ്ങനെ തട്ടുമ്പം വള്ളി അങ്ങ് നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വള്ളി അങ്ങ് പോകും. ഇനി അടുത്ത് നമുക്ക് നെക്ലസ് ഉണ്ടാക്കാം കേട്ടോ. ഓല വെച്ച് നെക്ലസ് ഉണ്ടാക്കാം. ഓലയുടെ സൈഡിൽ നിന്ന് നല്ല കട്ടിയുള്ളൊരു വള്ളി പോലെ കിട്ടും, വാഴയ്ക്കകത്തു നിന്നൊക്കെ നാര് കിട്ടുന്ന പോലെ. അതും സെയിം നമ്മൾ കണ്ണാടിക്കും വാച്ചിനും ഒക്കെ കെട്ടിയ പോലെ കെട്ടിയിട്ട് ചെറിയൊരു ചുനിപ്പ് പോലെ ആക്കിയിട്ട് അതങ്ങ് ഉള്ളിലേക്ക് കടത്തണം. എന്നിട്ട് അതിൻ്റെ ഊട്ടേ കൂടെ നമുക്ക് ആ നൂല് കയറ്റിയ നല്ലൊരു നെക്ലസ് ആകും കേട്ടോ. നല്ല ഭംഗിയുള്ള നെക്ലസ്. പണ്ട് പാവക്കുട്ടിക്കൊക്കെ നമ്മളിത് ഇട്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ കണ്ണാടി ഞാൻ വീണ്ടും കാണിക്കുകയാണ് കേട്ടോ. കണ്ണാടിയുടെ ആ ഈർക്കിലൊക്കെ സെറ്റ് ചെയ്ത് ഇതിനകത്ത് കോമഡി ഉണ്ട്. കണ്ണാടിയുടെ കാലൊക്കെ രണ്ട് സൈഡിലോട്ട് വെച്ചേക്കുന്നതായിട്ട് കാണാം. ഇത് സക്സസ് ആയ കണ്ണാടി. വേറൊരു കണ്ണാടി ഉണ്ട്, ഇതാ ഉടനെ വരുന്നുണ്ട്. ഇതാ കണ്ടോ, കാലാദ്യം കുത്തി അതിപ്പം ഒരു സൈഡിലോട്ട് നമ്മളെടുത്ത് പിൻ ചെയ്ത് വെച്ച്, പിന്ന് കുത്തുന്ന പോലെ കുത്തിയാൽ മതി കേട്ടോ. അടുത്തത് കണ്ടോണേ, എങ്ങോട്ടാണ് ഞാൻ കാല് വെക്കുന്നത്. കൂട്ടും മടക്കോട്ടും ആയിപ്പോയി കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. ലാസ്റ്റത്തെ കൊടുത്തിട്ടുണ്ട് കണ്ടോ കേട്ടോ.